നിങ്ങൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നപ്പോ ഞാൻ വിചാരിച്ചു പഴക്കച്ചവടക്കാരാണെന്ന്. പിന്നെ ഈ തുണി എടുത്ത് വെച്ചപ്പോ ഞാൻ കരുതി തുണി കച്ചവടക്കാരാണ്. ഇപ്പം മനസ്സിലായി കല്യാണമാണ് കച്ചവടമെന്ന്. എവിടെ കല്യാണം കഴിഞ്ഞൊന്നും പഠിപ്പ് നടക്കില്ല. ഫുൾ ടൈം ഹോംവർക്കും പ്രാക്ടിക്കലും ആയിരിക്കും. അല്ല, ഞാൻ ചോദിക്കുകയായിരുന്നു, സ്വന്തമായിട്ടൊരു വരുമാനമില്ലാതെ കല്യാണം കഴിഞ്ഞ് അവളെ കൊണ്ട് തെണ്ടു അമ്മേ എന്ന് വിളിച്ചു. அது இந்த மദ്ராஸ்ல எந்த பில்டிங் வேணும்னு சொல்லுங்க, அந்த பில்டிங் சூர்யா பேருக்கு ரெஜிஸ்டர் பண்ணி தரோம். എന്തിനാ അതിന്റെ താഴെ ഇരുന്ന് തെണ്ടാനോ? இல்ல சூர்யாவுக்கு ஏதாவது பிசினஸ் பண்ணுமா, அதுக்கு ஏற்பாடு பண்றோம். എന്തിന് ബിസിനസ് നടത്തി പൊളിയാനോ? இல்லன்னா பையனுக்கு பாலிடிக்ஸ்ல இன்ட்ரெஸ்ட் இருக்கா, அடுத்த எலெக்ஷன்ல சீட் வாங்கி கொடுத்துடலாம். എന്തിന് ഇലക്ഷൻ എന്ന് തോക്കാനോ? എത്ര സൂപ്പർ ചാറ്റ് ഗൈസ് വന്നേക്ക് നോക്കട്ടെ. തുടക്കം നൈസാണ്, പിന്നെ ഉണ്ടല്ലോ ഗൈസ്, പിന്നെ അങ്ങോട്ട് മുന്നോട്ടൊക്കെ അടിപൊളിയായിരിക്കും. തുടക്കം നോക്കട്ടെ, എത്ര നോക്കട്ടെ, സൂപ്പർ ചാറ്റ് നോക്കട്ടെ. ഞാൻ തുടങ്ങട്ടെ. ഓക്കെ, തുടക്കം ബ്രോ, എന്റെ നെയിം ചെറുതാണ്, എങ്ങനെ വലുതായിക്കാൻ പറ്റും? അടേ ഇന്ന ദിവസം പോയി സീരിയസ്ലി പറയല്ലേ, ഇവനൊക്കെ കണ്ട സൂപ്പർ ചാറ്റ് ചുണ്ണിന്ന് പേരിട്ടാവും ചോദിക്കാൻ എന്റെ നെയിം ചെറുതാണ്, എങ്ങനെ വലുതാക്കാൻ പറ്റുമെന്ന്.